എല്ലാവർക്കും നമസ്കാരം. വലിയ വിഷയങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള നമ്മുടെ ഈ യാത്രയിലേക്ക് സ്വാഗതം. നമുക്ക് പഴയ സ്കൂൾ കാലത്തേക്കൊന്ന് തിരിച്ചുപോയാലോ? ആലോചിച്ചു നോക്കൂ. ഒരു വർഷം മുഴുവൻ പഠിച്ചതെല്ലാം ആ ഒരൊറ്റ ഫൈനൽ പരീക്ഷയിൽ, ആ 3 മണിക്കൂറിൽ തീരുമാനമാവുന്നൊരു കാലം. ആ ഒരു ടെൻഷൻ, ആ നെഞ്ചിടിപ്പ്, ഓർമ്മയില്ലേ? അപ്പോ ആ പഴയ രീതിയിൽ നിന്ന് വിദ്യാഭ്യാസ ലോകം ഒരുപാട് മുന്നോട്ടുപോയി. ഒരൊറ്റ ദിവസത്തെ ആ വിധി പറച്ചിലിന് പകരം കുട്ടികളുടെ വളർച്ചയെ ഓരോ ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുതിയ രീതിയിലേക്കാണ് നമ്മൾ മാറിയിരിക്കുന്നത്. അപ്പോ ഈ മാറ്റത്തിന്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്നറിയാമോ? അതാണ് CCE, അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണിത്. അപ്പോ നമുക്കിതിന്റെ ഒരു ചരിത്രം നോക്കാം. CCE ഔദ്യോഗികമായി വരുന്നത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നപ്പോഴാണ്. തൊട്ടടുത്ത വർഷം 2010 ഏപ്രിൽ 1 ഇത് രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കുകയും ചെയ്തു. ഈ CCE എന്ന പേരിൽ തന്നെയുണ്ട് അതിന്റെ കാതൽ. അതിലെ 2 സികൾ. ആദ്യത്തേത് കണ്ടിന്യൂസ്, അതായത് നിരന്തരം. മൂല്യനിർണ്ണയം എന്നത് വർഷാവസാനത്തെ ഒരു പരീക്ഷ മാത്രമല്ല, പഠനത്തിന്റെ ഓരോ ഘട്ടത്തിലും നടക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ്. രണ്ടാമത്തേത് കോംപ്രിഹെൻസീവ്, അതായത് സമഗ്രം. കുട്ടിയുടെ മാർക്ക് മാത്രമല്ല, അവരുടെ കല, കായിക കഴിവുകൾ, സ്വഭാവം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ പരിഗണിക്കും. ശരിക്കും പറഞ്ഞാൽ മൂല്യനിർണ്ണയം അഥവാ ഇവാലുവേഷൻ എന്നതിന്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധനായ റാൽഫ് W. ടൈലർ പറഞ്ഞതുപോലെ, നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചാണോ പഠിപ്പിച്ചത് ആ ലക്ഷ്യം കുട്ടികളിൽ എത്തിയോ എന്ന് ഉറപ്പുവരുത്തുക, അത്രമാത്രം. അപ്പോ എങ്ങനെയാണ് CCE ഇത് പ്രാവർത്തികമാക്കുന്നത്? പ്രധാനമായും 2 രീതിയിലുള്ള വിലയിരുത്തലുകൾ വഴിയാണ്. ഒന്നാമത്തേത് ഫോർമേറ്റീവ് അസസ്മെന്റ്, അതായത് സംരചനാ മൂല്യനിർണ്ണയം. രണ്ടാമത്തേത് സമ്മേറ്റീവ് അസസ്മെന്റ്, അതായത് ആത്യന്തിക മൂല്യനിർണ്ണയം. ഈ രണ്ടുമാണ് CCEയുടെ നെടുന്തൂണുകളെന്ന് പറയാം. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ നല്ലൊരു ഉദാഹരണമുണ്ട്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷെഫ് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന പോലെയാണ്. ഉപ്പ് കുറവാണോ, എരിവ് വേണോന്നൊക്കെ നോക്കി അപ്പോൾ മാറ്റങ്ങൾ വരുത്താം. എന്നാൽ സമ്മേറ്റീവ് അസസ്മെന്റ് അങ്ങനെയല്ല. അത് ആ സൂപ്പ് ഒരു കസ്റ്റമറുടെ മുന്നിലെത്തി അയാളത് കുടിച്ചു കഴിഞ്ഞിട്ട് കൊള്ളാം അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുന്ന പോലെയാണ്, ഒരു ഫൈനൽ ജഡ്ജ്മെന്റ്. അപ്പോ ഈ 2 രീതികളിൽ നമുക്ക് ആദ്യം ഫോർമേറ്റീവ് അസസ്മെന്റിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി നോക്കാം. കാരണം CCEയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഫോർമേറ്റീവ് അസസ്മെന്റ് ശരിക്കും ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് പോലെയാണ്. ടീച്ചർ തുടർച്ചയായി കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. കുട്ടികൾക്ക് എവിടെയാണ് പ്രയാസമെന്ന് കണ്ടെത്താൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തുന്നു. എന്നിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ക്ലാസുകളോ സഹായങ്ങളോ നൽകുന്നു. അതാണ് റെമീഡിയൽ ടീച്ചിങ്. ക്ലാസുകളിൽ ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് നടപ്പിലാക്കാൻ പ്രധാനമായും 3 ഘടകങ്ങളുണ്ട്. കുട്ടികളുടെ പുരോഗതി അളക്കുന്നത് ഇവയിലൂടെയാണ്. നോക്കൂ, ഒരു ആക്ടിവിറ്റി വിലയിരുത്തുമ്പോൾ കുട്ടി അവസാനമുണ്ടാക്കിയ പ്രോഡക്റ്റ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്. ആ കുട്ടി അതിൽ എങ്ങനെ പങ്കെടുത്തു, ആശയങ്ങൾ മനസ്സിലാക്കിയോ, സ്വന്തമായി എന്തെങ്കിലും ചെയ്തോ, അതെല്ലാം എങ്ങനെ റെക്കോർഡ് ചെയ്തു, ഇങ്ങനെ ആ പ്രോസസ്സ് മുഴുവനായും നമ്മളെ വിലയിരുത്തും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് പോർട്ട്ഫോളിയോ. ലളിതമായി പറഞ്ഞാൽ ഒരു വർഷം കുട്ടി ചെയ്ത ഏറ്റവും മികച്ച വർക്കുകളുടെ ഒരു കളക്ഷൻ. അതൊരു ഫയൽ പോലെ സൂക്ഷിക്കും. ആ പോർട്ട്ഫോളിയോ നോക്കിയാൽ ആ വർഷം ആ കുട്ടി എത്രത്തോളം വളർന്നുവെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ വിലയിരുത്തുമ്പം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? 1. അതിന് നല്ല വ്യക്തത വേണം. ആശയങ്ങൾ നന്നായി മനസ്സിലാവണം. എല്ലാം ഒരു ഓർഡറിൽ ചിട്ടപ്പെടുത്തിയിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനം, അത് കോപ്പി അടിച്ചതാവരുത്. കുട്ടിയുടെ സ്വന്തം കഴിവതിൽ കാണണം. ശരി, നമ്മൾ ഇത്രയും പഠിച്ചില്ലേ? ഇനി ചെറിയൊരു ചോദ്യം. ഒരു കുട്ടിയുടെ പോർട്ട്ഫോളിയോയിൽ സാധാരണഗതിയിൽ ഉണ്ടാവാൻ പാടില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? പരിസര പഠന ഡയറി, സെമിനാർ റിപ്പോർട്ട്, ടീച്ചിംഗ് മാനുവൽ, അതോ കുട്ടിയുണ്ടാക്കിയ മോഡലുകളോ? ഉത്തരം സി, ടീച്ചിംഗ് മാനുവലാണ്. കാരണമെന്താ? ടീച്ചിംഗ് മാനുവൽ ടീച്ചർക്കുള്ളതാണ്. അത് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ഗൈഡാണ്. മറ്റുള്ളവയെല്ലാം കുട്ടിയുടെ വർക്കുകളാണ്. ഇനി നമുക്ക് മറ്റേ നെടും തൂണിലേക്ക് വരാം. സമ്മേറ്റീവ് അസസ്മെന്റ്, അതായത് ആത്യന്തിക മൂല്യനിർണ്ണയം. സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ പരിചയമുള്ള രീതി ഇതാണ്. നമ്മുടെയൊക്കെ ടേം എക്സാമുകൾ ഓർമ്മയില്ലേ? ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം പഠനത്തിനിടയിൽ സഹായിക്കുക എന്നതല്ല,
മറിച്ച് ഒരു ടേമിന്റെയോ അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെയോ അവസാനം കുട്ടി എന്തുമാത്രം പഠിച്ചു എന്ന് അളക്കാനാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേഡും റാങ്കുമൊക്കെ തീരുമാനിക്കുന്നതും അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതും. നമ്മുടെ ടേം എക്സാമുകളും ഫൈനൽ പ്രൊജക്റ്റുകളുമൊക്കെ ഇതിന് നല്ല ഉദാഹരണങ്ങളാണ്. ശരി, അപ്പോ അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഫോർമാറ്റീവ് അസസ്മെന്റിന്റെ ഭാഗമല്ലാത്തത്? ക്വിസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ടേം ടെസ്റ്റ് അതോ ലാബ് റിപ്പോർട്ടുകളോ? ഉത്തരം ടേം ടെസ്റ്റാണ്. എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ടേം ടെസ്റ്റ് എന്നത് സമ്മേറ്റീവ് അസസ്മെന്റിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ്. അത് പഠനത്തിന്റെ അവസാനമാണ് നടക്കുന്നത്. മറ്റുള്ളവയെല്ലാം പഠനത്തോടൊപ്പം പോകുന്ന ഫോർമേറ്റീവ് രീതികളാണ്. അപ്പം നമ്മള് ഫോർമേറ്റീവും സമ്മേറ്റീവും കണ്ടു. ഒരു ടീച്ചർ എന്ന നിലയിൽ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പാഠം എന്താണ്? സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് കാര്യം. ഒരു കുട്ടി എന്ത് പഠിച്ചു എന്ന് പറഞ്ഞു തരുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. എന്നാൽ ആ കുട്ടി എങ്ങനെ പഠിക്കുന്നു, എവിടെയാണ് മെച്ചപ്പെടേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നത് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. അതുകൊണ്ട് രണ്ടും പ്രധാനമാണ്. പക്ഷേ ഒരു കുട്ടിയെ ശരിക്കും വളർത്താൻ സഹായിക്കുന്നത് ഫോർമേറ്റീവ് രീതികളാണ്. അതുകൊണ്ട് ഇത് കേവലം പരീക്ഷ നടത്തി മാർക്കിടുന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയല്ല, മറിച്ച് എങ്ങനെ കുട്ടികളെ നന്നായി പഠിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. പരീക്ഷാ പേടിയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ഫീഡ്ബാക്കിലൂടെയും സപ്പോർട്ടിലൂടെയും അവരെ വളർത്തുന്ന ഒരു പുതിയ പഠനാന്തരീക്ഷത്തെക്കുറിച്ചാണ്. നിങ്ങളൊരു അധ്യാപകനോ രക്ഷിതാവോ വിദ്യാർത്ഥിയോ ആകട്ടെ, യഥാർത്ഥ പഠന വളർച്ചയ്ക്ക് ഏറ്റവും സഹായകമാവുന്നത് ഏത് രീതിയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്?